ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. കാരണം ലോക ചെസ് ചാമ്പ്യൻ പട്ടത്തിനരികെ നമ്മുടെ ഒരു യുവതാരമുണ്ട് ഡി ഗുകേഷ്. എന്തായാലും ഡി ഗുകേഷിന് നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനെയാണ് തോൽപ്പിക്കേണ്ടത്. തീർച്ചയായും അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഓരോ ഭാരതീയനും വെച്ച് പുലർത്തുന്നു. ഇന്നലെ 13ാം റൗണ്ട് മത്സരമായിരുന്നു. അതും കൂടി സമനിലയിൽ അവസാനിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ മത്സരം ഒരു കലാശപ്പോരിൻ്റെ എല്ലാ ഒരു കളർഫുൾ പരിവേഷവുമുള്ള ഒരു പോരാട്ടമായി മാറുകയാണ്. എന്തായാലും 6.5 6.5 പോയിന്റുമായി ഇരുവരും ഒപ്പത്തിനൊപ്പമായ സ്ഥിതി. ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനാകും വിശ്വനാഥ് ആനന്ദിന് പിന്നാലെ. എന്തായാലും 14 മത്സരങ്ങളുള്ള ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് അതിൽ ഇന്ന് അവസാന മത്സരം. ഇനി ഇന്നും സമനിലയായാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പരിശോധിക്കാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. നിഖിൽ, ഏറെ ആവേശത്തിലാണ് കായിക പ്രേമികൾ. തീർച്ചയായും ഇന്ന് ആരാധകരൊക്കെ കായിക പ്രേമികളൊക്കെ വളരെ വലിയ ആവശ്യത്തിൽ തന്നെയാണുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിലെ അവസാന റൗണ്ട് മത്സരം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഫൈനൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇരുവരും തമ്മിലുള്ളൊരു പോരാട്ടം ഡിങ് ലിറനും ഒപ്പം തന്നെ ഗുകേഷും തമ്മിലുള്ളൊരു പോരാട്ടം അത് തുടക്കം മുതൽ തന്നെ ഏവരും വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കിയ പോരാട്ടം തന്നെയാണ്. കാരണം ആദ്യ മത്സരത്തിൽ ഡിങ് ലിറൻ വിജയിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഗുകേഷിൻ്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെ തുടർച്ചയായി സമനിലയിൽ തളയ്ക്കുന്നു. ഒപ്പം തന്നെ ഡിങ് ലിറനെതിരെ മികച്ച വിജയങ്ങൾ നേടുന്നു. അങ്ങനെ 13ാം റൗണ്ട് വരെ മത്സരം എത്തിയിട്ടുണ്ട്. ആകെ 14 റൗണ്ട് മത്സരമാണ്. അതിൽ 13ാം റൗണ്ട് വരെ എത്തിയപ്പോൾ ഇരുവരും ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പോരാടി ഒപ്പത്തിനൊപ്പമായ പോരാട്ടമാണ് ഇന്ത്യയുടെ ഗുകേഷ് കാഴ്ചവെച്ചത്. അങ്ങനെ 13ാം റൗണ്ട് പോരാട്ടം പൂർത്തിയാകുമ്പോഴും നിലവിലെ പോയിന്റ് നില 6.5 എന്നുള്ള പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. ആകെ 14 മത്സരങ്ങളിൽ നിന്നും 7.5 പോയിന്റ് ലഭിക്കുന്ന ആളാണ് ചാമ്പ്യൻ ആവുക. നിലവിൽ 2 പേർക്കും 6.5 പോയിന്റാണുള്ളത്. 13 മത്സരങ്ങളിൽ നിന്നും 13 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോഴും 6.5 പോയിന്റ് വീതമാണ് ഉള്ളത്. ഇതിൽ ഇനി ഉള്ളത് ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. അക്ഷരാർത്ഥത്തിൽ അനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരു ഫൈനലിൻ്റെ പ്രതീതി തന്നെയാണുള്ളത്. ഒരു ഫൈനൽ മത്സരത്തിൻ്റെ പ്രതീതി തന്നെയാണുള്ളത്. കാരണം ഇന്ന് വിജയിക്കുന്ന ആൾ കിരീടം ചൂടും. അത് 7.5 പോയിന്റ് 6.5 പോയിന്റിൽ നിന്ന് ഒരു മത്സരം വിജയിച്ചാൽ 1 പോയിന്റാണ് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് വിജയിക്കുന്ന ആൾക്ക് 1 പോയിന്റ് ലഭിച്ച് 7.5 പോയിന്റ് എന്ന ഒരു പോയിന്റിലേക്ക് എത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് വിജയിക്കുന്ന ആൾ കിരീടം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച. മറിച്ച് ഇന്ന് സമനിലയായാൽ 1.5 പോയിന്റ് വീതം ഇരു താരങ്ങൾക്കും വീതം വെച്ച് നൽകുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് സമനിലയായാൽ 2 പേർക്കും 7.5 പോയിന്റ് എന്ന ഒരു സ്കോറിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും നാളെ അതിലും വലിയൊരു പോരാട്ടത്തിലേക്ക് തന്നെ, തീപാറുന്നൊരു പോരാട്ടത്തിലേക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. നാളെ ടൈ ബ്രേക്കറിലൂടെ ആയിരിക്കും വിജയിയെ തീരുമാനിക്കുക. അത് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്നത്തെ മത്സരത്തിലേക്ക് തന്നെയാണ്. കാരണം ഇന്നലത്തെ മത്സരം പരിശോധിച്ചാൽ ഇന്നലെ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ ഗുകേഷ് തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതിൽ 40 നീക്കങ്ങൾ ഒടുവിലായി ഗുകേഷ് ആയിരുന്നു. എന്നാൽ 41ാമത്തെ നീക്കങ്ങളിലാണ് ഡിങ് ലിറൻ തിരിച്ചു വന്നത്. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ 41ാമത്തെ നീക്കത്തിലൂടെയാണ് ഡിങ് ലിറൻ തിരിച്ചു വന്നത്, സമനില പിടിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരവും ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നൊരു കാഴ്ച തന്നെയാണ്. ഇതിൽ ആദ്യത്തെ മത്സരം നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മത്സരത്തിൽ ഡിങ് ലിറൻ വിജയിച്ചു. തൊട്ടടുത്ത മത്സരം സമനിലയാവുന്ന കാഴ്ച. അതിനുശേഷമുള്ള മത്സരം 3ാമത്തെ മത്സരത്തിൽ ഗുകേഷ് വിജയിക്കുന്നു. പിന്നീട് ഇങ്ങനെ തുടർച്ചയായ 7 മത്സരങ്ങൾ ഡിങ് ലിറനെ ഗുകേഷ് സമനിലയിൽ തളയ്ക്കുന്നൊരു കാഴ്ച. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന് തന്നെ പറയാം. പിന്നീട് 11ാമത്തെ ഒരു റൗണ്ട് മത്സരത്തിൽ ഗുകേഷ് വീണ്ടും വിജയിച്ച പോയിന്റ് പട്ടികയിൽ തൻ്റെ ആ ഒരു മികവ് തെളിയിക്കുന്നു. 6 പോയിന്റിലേക്ക് എത്തുന്നു. തൊട്ടടുത്ത മത്സരം 11ൽ നിന്ന് 12ാമത്തെ മത്സരത്തിൽ ആ മത്സരത്തിൽ ഗുകേഷിനെ ഡിങ് ലിറൻ കീഴടക്കിക്കൊണ്ട് ഡിങ് ലിറനും ഒരു പോയിന്റ് പട്ടികയിൽ ഒപ്പത്തിനൊപ്പം എത്തുന്നൊരു കാഴ്ച. എന്തായാലും 13 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നിലവിൽ 6.5 പോയിന്റ് വീതമാണ് ഇരു താരങ്ങൾക്കുമുള്ളത്. ഇന്നത്തെ മത്സരം വളരെയധികം നിർണായകമാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ലോക ചെസ് ചാമ്പ്യനാകും. ഇതിലെടുത്തു പറഞ്ഞ ഒരു കാര്യം, ഡിങ് ലിറനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ കിരീടം നിലനിർത്തുക എന്നുള്ളതാണ്. ഡിങ് ലിറൻ്റെ അതിനുവേണ്ടിയാണ് ഡിങ് ലിറൻ ഇറങ്ങുന്നത്. എന്നാൽ ഇന്ത്യയുടെ അഭിമാനമായ ഗുകേഷിനെ സംബന്ധിച്ച് ഗുകേഷ് ചരിത്രം തിരുത്തി കുറിക്കാനാണ് ഇറങ്ങുന്നത്. കാരണം ഇന്ന് വിജയിച്ചാൽ ചെസ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ചെസ് കിരീടം ചൂടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് ഗുകേഷ് എത്തും. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് മത്സരം. നമ്മളൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അനു. തീർച്ചയായും നിഖിൽ, ഇനി ഡി ഗുകേഷ് പുതിയൊരു ചരിത്രത്തോടു കൂടി ഭാരതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ശേഷം അതെ, മാത്രമല്ല ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി കൂടിയാവും അങ്ങനെയാണെങ്കിൽ ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അഭിമാന മുഹൂർത്തങ്ങളാകും സമ്മാനിക്കുക എന്നത് കൂടിയാണ്. ശരി, എന്തായാലും ഗുകേഷിന് എല്ലാവിധ വിജയാശംസകളും.